പൊട്ടനും വട്ടനും ചട്ടനും ഒക്കെ ഇപ്പൊ ഒന്നായിരിക്കുകയാണ്. ഞാൻ ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ ഷാനുഖേനെയും ആദിലയും നൂറയും തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ 3 പേരും ഒന്നായി. ഇപ്പോ കണ്ട പ്രേക്ഷകരും കമന്റ് അടിച്ച നമ്മളും റിവ്യൂ പറഞ്ഞ നമ്മളൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലാതെ സംഭവം അവരൊന്നായെങ്കിലും ഇന്നത്തെ എപ്പിസോഡിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് അതില് കുറച്ച് പോയിന്റുകൾ പറഞ്ഞേ തരൂ. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് വന്നത്. ഇവിടെ ആദില പറയുന്നുണ്ടായിരുന്നു, നെവിന്റെ അടുത്ത് ഞാൻ തെറ്റിദ്ധരിച്ചതിന് സോറി, ഇനി ഞാൻ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നെവിന്റെ അടുത്ത് സോറി പറഞ്ഞ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല ആദിലെ, ഞാൻ ചോദിക്കട്ടെ, ആദിലയ്ക്ക് നെവിന്റെ അടുത്ത് നല്ല കട്ട കലിപ്പാണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി മനസ്സിലായ കാര്യമാണ്. അതായത് നെവിനെ പ്രൊവോക്ക് ചെയ്ത് ഇവർ രണ്ടുപേരുമാണ് വീട്ടിൽ നിന്ന് ആദ്യം തന്നെ പുറത്താക്കിയത്. എന്നിട്ട് നെവിൻ തിരിച്ചു വന്നപ്പോഴും അവരുടെ മുഖം അത്ര സുഖമല്ലായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടുന്ന അവസരത്തിൽ, അതായത് നല്ലൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് നെവിനെ പുറത്താക്കാൻ വേണ്ടി കിട്ടിയ അവസരം ആദിൽ അവിടെ നന്നായിട്ട് ഉപയോഗിച്ചു. പക്ഷേ അവിടെ ഗസ്റ്റായി വന്ന റിയാസ് വന്ന സമയത്ത് അവിടെ പണി പാളിയോന്ന് ആദിലേക്ക് സംശയം. ആ സംശയത്തിന്റെ പേരില് പിന്നെ റിയാസിന്റെ ഒപ്പം കൂടിയിട്ട് അവിടെ ഷാനവാസിന്റെ പുറകെ തിരിഞ്ഞു. എന്നിട്ട് അവിടെ കിടന്ന് കുറെ കാണിച്ചു കൂട്ടി. ഇതല്ലേ സംഭവം ഉണ്ടായത്. എന്നിട്ട് ഇപ്പൊ അവസാനം വന്ന സമയത്ത് ഷാനവാസായിട്ട് കൂട്ടുകൂടി. അത് ലാസ്റ്റ് പറയാം, അത് അവസാനം പറയായിരിക്കും നല്ലത്. അപ്പോ ഇവിടെ ഇതല്ല സംഭവിച്ചത്. ഒരാളെ പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കി അയാളെ കിട്ടുന്ന അവസരത്തിൽ ദ്രോഹിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ലാസ്റ്റ് ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അയാളുമായിട്ട് കൂട്ടുകൂടണം, നിങ്ങൾക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ്, ഇങ്ങനെ നിൽക്കണം അങ്ങനെ നിൽക്കണം എന്നൊക്കെ ഒരാൾ ഉപദേശിച്ചു കൊടുത്തു. അതൊരു മണ്ടൻ, അല്ലാതെ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കില്ലല്ലോ. 2 പേരുടെ ഗെയിമിന്റെ അടിവേര് ഊരിയിട്ടിട്ട് ആ വന്ന ചലഞ്ചർ അങ്ങ് പോയി. ആ അടിവേര് ഊരിടാനായിട്ട് നിന്നു കൊടുത്തതാണ് ആതിര. നൂറ അതിൽ പെട്ടുപോയിന്നേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. നൂറയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സമയത്ത് നൂറ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നൂറ അവിടെ പുറകിൽ നിന്ന് ആരെയും കുത്തിയിട്ടില്ല, ചതിച്ചിട്ടില്ല. അവിടെ ചെയ്തത് ആതിരയാണ്. പക്ഷേ നൂറയ്ക്ക് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധവും ഇല്ലാതെ പോയി. അതാണ് എനിക്ക് എപ്പിസോഡ് കണ്ട സമയത്ത് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഷാനവാസിനെ എല്ലാവരും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പറഞ്ഞത് ഗസ്റ്റിനോട് അപമര്യാദയായി പെരുമാറി, ഹോട്ടൽ ടാസ്ക് കോളമാക്കി കൊടുത്തു, ഹോട്ടൽ ടാസ്ക് അത്ര വമ്പൻ പരാജയമായിരുന്നു എന്നൊക്കെ ലക്ഷ്മി അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ലക്ഷ്മി എന്ത് ചെയ്തു GM എന്നുള്ള നിലയില് അവിടെ റിയാസിന്റെ അടുത്ത് പ്രൊവോക്കിംഗ് ആവാതെ മാക്സിമം പിടിച്ചു നിന്നു. അക്കാര്യത്തിൽ ഞാൻ പറയുന്നു. അതുപോലെ തന്നെ റിയാസിന്റെ അടുത്ത് ലക്ഷ്മി വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒന്ന് സമ്മതിച്ചു തരാം. പക്ഷേ അവിടെ തൊഴിലാളികളുടെ പ്രശ്നം വന്ന സമയത്ത് GM എന്നുള്ള രീതിയിൽ ലക്ഷ്മി എന്ത് ചെയ്തു എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ്. ഇപ്പോ അവിടെ എല്ലാവരും പറയുന്നത് ഗസ്റ്റിനെ അപമാനിച്ചു എന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഗസ്റ്റിനെ എങ്ങനെയാണ് ഷാനവാസ് അപമാനിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുക? ഒരു ഗസ്റ്റ് ഹോട്ടലിലേക്ക് താമസത്തിന് വരുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ആ ഗസ്റ്റ് എന്ത് പറഞ്ഞാലും ഹോട്ടൽ ജീവനക്കാരെ അനുസരിക്കണമെന്നാണോ അർത്ഥം വരുന്നത്? ഇപ്പോ ആ ഗസ്റ്റ് വന്നിട്ട് അവിടെ ഹോട്ടലിൽ നിൽക്കുന്ന ഒരാളോട് വന്നിട്ട് എനിക്കൊരു ഉമ്മ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞോ ഒക്കെ ചെയ്തു കൊടുക്കും ഇവര്. അപ്പൊ ഒരു ഗസ്റ്റ് വന്നിട്ട് എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കണം. ഗസ്റ്റിനെ അപമാനിക്കരുത്. ഗസ്റ്റിന്റെ അടുത്ത് നമ്മൾ മര്യാദ രീതിയിൽ ഗസ്റ്റ് എന്ത് പറയുന്നോ അത് കേട്ട് അവിടെ നിൽക്കണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഗസ്റ്റ് എന്ത് തോന്നിവാസം ചെയ്താലും അവിടുത്തെ തൊഴിലാളികളെ അനുസരിക്കണമെന്നാണോ ഹോട്ടലിന്റെ അല്ലെങ്കിൽ ഹോട്ടൽ ജീവനക്കാരുടെ ജോലി എന്ന് പറയുന്നത്? ഹോട്ടൽ ജീവനക്കാർക്ക് എതിരായിട്ട്, അതായത് ഹോട്ടൽ ജീവനക്കാർക്ക് എതിരായിട്ട് അവിടെ വരുന്ന ഗസ്റ്റ് പെരുമാറിക്കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യേണ്ടത് ആ ഹോട്ടലിന്റെ GM-ഉം മാനേജരും അതുപോലെ തന്നെ ഉടമസ്ഥരും ഒക്കെ തന്നെയാണ്. അവരതിൽ ഇടപെടാത്ത പക്ഷമാണ് തൊഴിലാളികൾക്ക് അവിടെ പ്രതികരിക്കേണ്ടി വരുന്നത്. അവിടെ അതല്ലേ അനീഷും ഷാനവാസും ചെയ്തുള്ളൂ. അതേ ചെയ്തിട്ടുള്ളൂ. അതിനെ വീണ്ടും ചോദ്യം ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ അവര് ഗസ്റ്റിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ഷാനവാസിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നും തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇവിടെ അക്ബർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ അനീഷിനെ പൊട്ടൻ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. എപ്പിസോഡിൽ അത് അവർ മുക്കി, അത് വേറെ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വിളിക്കുന്നത്, അക്ബർ വിളിക്കുന്നത് നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് അക്ബറിനെ നെഗറ്റീവ് ആവില്ലേ? അപ്പൊ അത് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എപ്പിസോഡിൽ അവരത് മുക്കി. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രമേ എപ്പിസോഡിൽ അവർ കാണിച്ചുള്ളൂ. അവിടെ പൊട്ടൻ അനീഷ ഒന്ന് മിണ്ടാതിരി അനീഷ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അനീഷ് അവിടെ എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് ഇടയിൽ കയറി സംസാരിച്ച് സീൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അനീഷിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഓരോരുത്തർക്ക് സംസാരിക്കാൻ സ്പേസ് കൊടുത്തിട്ടുള്ള സമയത്ത് ഓരോരുത്തർ സംസാരിച്ചാൽ മതി. പക്ഷെ അനീഷ് അവിടെ അതിന്റെ ഇടയിൽ കയറി സംസാരിച്ചു. കാരണം മറ്റൊന്നല്ല, അനീഷിനെ കുറിച്ച് മോശമായി സംസാരിച്ചപ്പോൾ അനീഷിനെ കൺട്രോൾ കേട്ടിയില്ല. അനീഷ് കയറി സംസാരിച്ചു. അതെല്ലാവർക്കും ആ സമയത്ത് സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ആ സമയത്ത് ഒരാൾ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും പിന്നെ കൂവി തോൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അനീഷ് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെയാണ് അക്ബർ കയറിയിട്ട് അനീഷിന്റെ അടുത്ത് കയറി ചൂടായും പൊട്ടെന്നും മണ്ടെന്നും ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നത്. വളരെ മോശം പദപ്രയോഗങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ചെറിയൊരു തെറിവാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ മോശം വാക്കാണ് പൊട്ടെന്നൊക്കെ വിളിക്കുന്നത്. ഒരാൾ പൊട്ടെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഒന്നുമല്ലാതെ വളരെ മോശമായിട്ട് വിളിക്കുന്ന ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ലാലേട്ടൻ വരുന്ന സമയത്ത് നിങ്ങൾ മോശം വാക്ക് ഉപയോഗിക്കില്ല എന്ന് ലാലേട്ടൻ പറയും. പക്ഷെ ഇതിനൊന്നും ലാലേട്ടൻ വാൺ ചെയ്യുന്നതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ വാൺ ചെയ്യുന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ അതിട്ട് ഇല്ലേനും. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിവിൻ അവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് നിവിൻ പറഞ്ഞത് ഞാൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തല്ല ബിഗ് ബോസിലോട്ട് വന്നത് എന്ന് നിവിൻ ആണയിട്ട് പറയുന്നുണ്ട്. പക്ഷെ പുറത്തുള്ള എല്ലാവരും പറയുന്ന അവൻ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിവിൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ സ്ത്രൈണതയുള്ള ഒരു പുരുഷനാണ്, സ്ത്രൈണതയുള്ള പുരുഷന്മാരെ വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നുണ്ട്, അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിലോട്ട് വന്നത് എന്നാണ് അവിടെ നിവിൻ പറയുന്നത്. സത്യത്തിൽ നിവിന്റെ ജെൻഡർ നിവിനെ പറയാനായിട്ട് താല്പര്യമില്ലെങ്കിൽ പോലും പക്ഷെ പുറത്തുള്ള നിവിന്റെ ഫ്രണ്ട്സ് മുഴുവൻ നിവിന്റെ ജെൻഡർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിവിൻ ഒരു ഗേ ആണ്, കമ്മ്യൂണിറ്റിയിലുള്ളതാണെന്ന് പുറത്തുള്ളവരെല്ലാവരും പറയുമ്പോഴും നിവിൻ അവിടെ സമ്മതിച്ചു തരുന്നില്ല. ഇനിയിപ്പോ ഷാനവാസുമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണോ നിവിൻ അത് സമ്മതിക്കാൻ മടിയെന്ന് തോന്നിപ്പോയി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട സമയത്ത് സ്ത്രൈണതയുള്ള പുരുഷന്മാരെ റെപ്രസെന്റ് ചെയ്ത് ഞാനിവിടെ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിവിൻ അത് വീണ്ടും തറപ്പിച്ച് പറഞ്ഞ് അവിടെ ഉറപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. നിങ്ങൾക്ക് എന്താണ് അക്കാര്യത്തിൽ അഭിപ്രായം പറയാനായിട്ടുള്ളത്? നിവിന്റെ ക്യാരക്ടറും നിവിന്റെ കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നിവിൻ അവിടെ എന്തായിരിക്കും സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതെന്ന് ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് നമ്മുടെ നിവിന്റെ ജയിൽ നോമിനേഷനാണ്. നിവിൻ ഇത്രയധികം അവിടെ ഷാനവാസിനെ എതിരെ സംസാരിക്കുകയും അല്ലെങ്കിൽ ഷാനവാസ് അവിടെ നിവിനെതിരെ ഇത്രയും വലിയൊരു ആരോപണം നടത്തിയിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് നിവിൻ അവിടെ ഷാനവാസിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 പേരോളം അവിടെ ഷാനവാസിനെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. പക്ഷേ ഇതിൽ നിവിൻ പെടില്ല. നിവിൻ ഷാനവാസിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തില്ല. പകരം ചെയ്തത് അനുമോളെയാണ്. അനുമോൾക്ക് ഒരു വ്യക്തിത്വമില്ല, സ്വന്തമായിട്ടൊരു തീരുമാനമില്ല. അനുമോള് അവിടെ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാതെ പതറിപ്പോയി. ജിസേലാണോ ഷാനവാസാണോ ക്യാപ്റ്റൻ ആവേണ്ടത് എന്ന് മത്സരിക്കേണ്ടത് എന്നുള്ള ചോദിച്ച സമയത്ത് അവിടെ ജിസേലിന് വേണ്ടി കൈപ്പൊക്കിയില്ല. ഷാനവാസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഷാനവാസിനെ ആണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. ഇത്രയും വലിയൊരു കാര്യം അവിടെ കിടക്കുന്ന സമയത്ത് ഷാനവാസിന്റെ അടുത്ത് അത് പറഞ്ഞിട്ട് ഷാനവാസിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാത്തത് എന്താണെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ നെവിന് പേടിയുണ്ടോ ഷാനവാസിനെ? അതുകൊണ്ടാണോ ഷാനവാസിന്റെ അടുത്ത് അങ്ങനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാഞ്ഞത് എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജയിൽ നോമിനേഷന്റെ സമയത്ത് അവിടെ ജിഷിൻ വന്നിട്ട് അക്ബറിന്റെ മുഖംമൂടി അങ്ങ് വലിച്ചു കീറുന്നുണ്ടായിരുന്നു. സംഭവം മറ്റൊന്നുമല്ല, ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വളച്ചൊടിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നെഗറ്റീവാക്കി ഒരാൾക്ക് എതിരെ ഗെയിം കളിക്കാമെന്നുള്ള ആ ഒരു പ്ലാനിങ് അവിടെ അക്ബർ നടത്തുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവരുടെ അടുത്ത് മുഴുവൻ ആ കാര്യത്തെക്കുറിച്ച് അക്ബറിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അക്ബർ അവിടെ ചെയ്യുന്നത്. ഇപ്പൊ നിവിൻ ഷാനവാസ് വിഷയം അക്ബറിന്റേതായ രീതിയിൽ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കുന്നത് ജിഷിൻ കണ്ടു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ അവിടെ എഴുന്നേറ്റ് നിന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായാണ് ഇവന്ന് പറയുന്നുണ്ട്. പക്ഷെ അക്ബർ അവിടെ കൂടുതലും അത് എതിർക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല, അക്ബറെ ഇടയിൽ കൂടി ചിരിക്കുന്നുണ്ടായിരുന്നു. അതായത് അക്ബർ അവിടെ അങ്ങനെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി അവർ പറഞ്ഞ സമയത്ത് അക്ബറിനെ ഉള്ളുകൊണ്ട് ചിരിയും വരുന്നുണ്ട്. എന്നാൽ അവരത് എതിർക്കുന്നുണ്ട് ഗെയിമിന്റെ ഭാഗമായിട്ട്. അവിടെ അക്ബർ ഒരു ആട്ടിൻതോലി ഇട്ട ചെന്നായാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അക്ബർ തന്നെ അത് സമ്മതിക്കുന്നതായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു അലിഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നെവിൻ പറഞ്ഞതാണ്. ഇവിടെ ഷാനവാസിന് എതിരെ നെവിൻ ഒരു അലിഗേഷൻ പറഞ്ഞു. അതായത് ഞങ്ങൾ ഒരുമിച്ചാണ് ബെഡിൽ ആദ്യം കിടന്നിരുന്നത്, ഒരു പുതപ്പ് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തിട്ടുണ്ട്. പൊതുപ്പിനുള്ളിൽ കിടക്കുന്ന സമയത്ത് ഷാനവാസാണ് എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയത്. ഇനി ഇതല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഷാനവാസ് തെളിയിക്കുന്നവരെ നീ ഒരു പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ ഷാനവാസിനെതിരെ അവിടെ പറഞ്ഞു. അപ്പൊ എല്ലാവരും അത് കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല. അവിടെ അനീഷ് മാത്രം പ്രതികരിച്ചു. അനീഷ് പറഞ്ഞു ഇത് മോശമാണ്, നിനക്കെതിരെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നീ ഇപ്പൊ പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അനീഷ് മാത്രമാണ് അവിടെ പ്രതികരിച്ചത്. ഇപ്പോ ഷാനവാസ് എന്തു പറഞ്ഞോ അതിനപ്പുറം പറഞ്ഞിരിക്കുകയാണ് നെവിൻ. എന്തായാലും നിങ്ങൾക്ക് പറയാനാണെങ്കിൽ എനിക്കും പറയാമെന്നുള്ള മട്ടിലാണ് നെവിൻ അവിടെ പറഞ്ഞത്. ആ പരിപാടിയോട് എനിക്ക് മാത്രം യോജിപ്പില്ല. കാരണം നെവിന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് നെവിൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ തിരിച്ച് അതേപോലെ ഒരു ആരോപണം നടത്തി കഴിഞ്ഞാൽ നെവിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പ്രേക്ഷകർ വിചാരിക്കുള്ളൂ. കാരണം ആദ്യം അങ്ങനെ ഒരു ആരോപണം
ആരോപണം ഉന്നയിച്ചത് ഷാനവാസാണ്. അപ്പോൾ എന്റെ ഭാഗം ക്ലിയർ ആയിരുന്നു. ഞാൻ എന്റെ സ്നേഹം പ്രകടിപ്പിച്ചതാണ്. ഹഗ് ചെയ്തിട്ടും ഉമ്മ വെച്ചിട്ടും കെട്ടിപ്പിടിച്ചിട്ടും ഒക്കെ ഞാൻ എന്റെ സ്നേഹം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ അവിടെ ഷാനവാസ് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്നുള്ളത് അവിടെ നിവിൻ തുറന്നു പറഞ്ഞ് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർ സംസാരിച്ച് അത് സോറി പറഞ്ഞ് തീർക്കേണ്ട ഒരു ചെറിയ വിഷയമായിരുന്നു. പക്ഷെ അതിനിപ്പോ വലുതാക്കി കൊണ്ടുവന്നത് സത്യത്തിൽ ആദില തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഹൗസിനുള്ളിലുള്ള എല്ലാവരും അത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോഴും അവിടെ ഷാനവാസുമായിട്ട് അതൊരു കോംപ്രമൈസ് ചെയ്യാനായിട്ട് അവിടെ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ അത് കോംപ്രമൈസ് ചെയ്യുന്നതിന് പകരം കൂടുതൽ വഷളാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയലോഗാണ് നിവിൻ അവിടെ പറഞ്ഞത്. ആ പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിപ്പ് തോന്നിയില്ല എന്നാണ് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ബിഗ് ബോസ് വീട്ടിൽ എപ്പോഴും നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫുഡിന് വേണ്ടിയിട്ടുള്ള അടി എന്ന് പറയുന്നത്. ആ വീട്ടിലെ 2 പേരാണ് വെജിറ്റേറിയൻസ് ആയിട്ടുള്ളത്. ആ 2 പേർക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അടി നടന്നത്. നമ്മുടെ ജിഷിനും ജിസേലും. ജിഷിനാണെന്നുണ്ടെങ്കിൽ നോൺ വെക്കുന്ന ദിവസം ഞങ്ങൾ കുക്ക് ചെയ്തോളാം, എന്താ വെച്ച് കഴിഞ്ഞാൽ നോൺ വെക്കുന്ന അതേ പാത്രങ്ങൾ അതേ കൈകൾ കൊണ്ട് എനിക്ക് പച്ചക്കറി വെക്കുന്നത് ഇഷ്ടമല്ല, ഞാൻ കുക്ക് ചെയ്തിട്ട് ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ അടി നടന്നത്. പക്ഷെ ജിഷിന്റെ ഭാഗത്ത് കുറച്ച് ന്യായം ഉണ്ടേനും എന്നാൽ മുഴുവൻ ന്യായം അല്ല എന്നും എനിക്ക് തോന്നിപ്പോയി. അവിടെ നോൺ വെജ് വെക്കുന്ന സമയത്ത് ഇവർക്ക് സെപ്പറേറ്റ് അനുമോൾ അവിടെ കറി വെക്കുന്നുണ്ടായിരുന്നു. ഇനി പോട്ടെ, വേറെ ആരാണെങ്കിലും അവിടെ കറി വെക്കാൻ തയ്യാറാണ്, വെച്ചു കൊടുക്കാൻ തയ്യാറാണ്, വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ജിഷിനെ സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാനേ തൃപ്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫുഡ് പോലും കഴിക്കാതെയാണ് ജിഷിൻ അവിടെ ഒരു സമരത്തിലിരുന്നത് എന്ന് പറയേണ്ടി വരും. ഒന്നോർക്കുമ്പോൾ ജിഷിനെ ചിലപ്പോൾ മത്സ്യവും മാംസമൊക്കെ വെക്കുന്നതിൻ്റെ ഒപ്പം പച്ചക്കറി വെച്ച് കഴിഞ്ഞാൽ തൃപ്തിയാവാത്തതിന്റെ കുഴപ്പമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കി കഴിച്ചാലേ തൃപ്തിയാവൂ എന്നുള്ളൊരു കാരണം കൊണ്ടായിരിക്കും. എന്തായാലും അവസാനം ആ ഭക്ഷണം അങ്ങനെയെങ്കിലും ജിഷിൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ജിഷിന് ആ കാര്യത്തിൽ എല്ലാവരും സമ്മതം കൊടുത്തു. ഇനിയിപ്പോ വേണ്ടി വന്നാൽ മാത്രം അവിടെ ഇനി നോൺ കഴിക്കാത്തവര് അല്ലെങ്കിൽ നോൺ എനിക്ക് ഇന്ന് വേണ്ട എനിക്ക് പച്ചക്കറി എന്ന് മതി എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതായിരുന്നു അവിടെ റൂൾ വെച്ചത്. പക്ഷേ ജിഷിൻ അതിന് സമ്മതമായിരുന്നു. പക്ഷേ ജിസേൽ അതിന് ഒട്ടും സമ്മതമല്ല. ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമുള്ള ഫുഡ് ഉണ്ടാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ജിസേൽ അവിടെ കടുംപിടുത്തം പിടിക്കുന്നുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, അക്ബറും എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ജിസേല് ഭയങ്കര പാവാണ്, എല്ലാവർക്കും സ്നേഹം വാരിക്കോരി ഭക്ഷണത്തിലൂടെ നൽകും, എല്ലാവർക്കും കൊടുക്കാൻ ഒരു മടിയില്ല എന്നൊക്കെ ഡയലോഗ് ഇടുന്ന ജിസേലാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കി ആർക്കും തരില്ല, ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സ്നേഹം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്ന ഈ സ്നേഹം ഇപ്പൊ എവിടെ പോയി എന്ന് എനിക്ക് തോന്നിപ്പോയി. അല്ല, ജിസേലിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവർക്കൊക്കെ ഭയങ്കര നാക്കായിരുന്നു, ജിസേല് ഭയങ്കര ഇതിലാണ് ഫുഡ് തരുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അവിടെ ജിസേലിന് ആ സ്നേഹം അങ്ങനെ ഒഴുകി പോകുന്നത് ഞാൻ കണ്ടേയില്ല. ചിലപ്പോൾ അത് ഒഴുകിപ്പോയി തീർന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ നമ്മുടെ ഒനിയിലാണ് ഇത്തവണ ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. വരുന്ന ആഴ്ചയില് ഒനിയില് ക്യാപ്റ്റൻ ആയതിനു ശേഷം അവരോട് ഗംഭീര പ്ലാനിങ് ആണ് ആരൊക്കെ എവിടെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളതിൽ. അതില് 8ന്റെ പണി കൊടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത് ജിസേലിനെയാണ്. കാരണം മറ്റൊന്നല്ല, ജിസേലിനെ കിച്ചണില് പണിയെടുക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. അതായത് കുക്കിംഗ് മാത്രമേ ജിസേലിന് ഇഷ്ടമുള്ളൂ. ബാക്കി ഒരു പണി ചെയ്യാനായിട്ട് ജിസേലിന് അവിടെ ഇഷ്ടമല്ല. കഴിഞ്ഞ തവണ പാത്രം കഴുകാനുള്ള ഡ്യൂട്ടി കൊടുക്കാൻ നോക്കിയപ്പോൾ കയ്യമ്മ മുറിവുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിസേൽ ഒഴിഞ്ഞു മാറി. എന്നിട്ട് ബാത്റൂം ഡ്യൂട്ടി കൊടുത്തപ്പോൾ ജിസേൽ അതിട്ട് ചെയ്തു. അപ്പോൾ ഇത്തവണ ജിസേലിനെ കിച്ചണിൽ കയറ്റരുത് എന്നാണ് അവരുടെ തീരുമാനം. ജിസേലിനെ കിച്ചണിൽ നിന്ന് മാറ്റി നിർത്തണം. അതിന് ജിസേലിന് എന്ത് പണി കൊടുക്കാം എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒനിയലിന് താല്പര്യം ബാത്റൂം ഡ്യൂട്ടി എന്തെങ്കിലും കൊടുക്കാൻ തന്നെയാണ്. പക്ഷേ അവിടെ നമ്മുടെ അഭിലാഷ് പറയുന്നത് പാത്രം കഴുകുന്ന പണി കൊടുത്താൽ മതി. കാരണം ഏറ്റവും കൂടുതൽ അവിടെ പണിയുള്ള വിഭാഗം എന്ന് പറയുന്നത് പാത്രം കഴുകുന്നതാണ്. അപ്പൊ ജിസേലിന് ആ പണി കൊടുത്താൽ മതി എന്നാണ് അവിടെ അഭിലാഷ് പറയുന്നത്. അപ്പൊ ഒനിയിൽ പറയുന്നുണ്ട് അവിടെ പാത്രം കഴുകാൻ കൊടുത്തു കഴിഞ്ഞാൽ ജിസേൽ അവിടെ കിച്ചണിലേക്ക് വരും, പിന്നെ കിച്ചണിൽ നിന്ന് പണിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷെ പണിയുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെ ജിസേലിന് കൊടുക്കണം. അങ്ങനെ ഒരു 8ന്റെ പണി ജിസേലിന് കൊടുക്കണം എന്നാണ് അവരുടെ പ്ലാനിങ്. എന്തായാലും ഇതിൽ ജിസേലിന് എന്ത് പണി കിട്ടുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആദിലയും നൂറയും ഷാനവാസും ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒന്നിച്ചിരിക്കുകയാണ്. അവിടെ ഷാനവാസും ആദിലയും നൂറയും അത്രയും സ്നേഹത്തിലിരുന്ന 3 പേരാണ്. അതായത് പെങ്ങളുട്ടികളെ പോലെ തന്നെയാണ് ഷാനവാസ് അവർ 2 പേരെയും കൊണ്ട് നടന്നിരുന്നത്. ഇപ്പോ നമ്മൾ കണ്ട സമയത്ത് എപ്പിസോഡിൽ കണ്ട സമയത്ത് ഷാനവാസ് അവിടെ പാത്രം കഴുകുമ്പോൾ നൂറ അവിടെ വന്നിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഷാനവാസ് വീണ്ടും ചോദിച്ചപ്പോൾ ഒരു മൂളിയിട്ട് അവിടെ പോയിരുന്നിട്ട് നൂറ കരയുന്നുണ്ട്. അതായത് അവിടെ ഷാനവാസ് ഭക്ഷണം കഴിച്ചു എന്നുള്ള ആ ചോദ്യത്തിൽ അത്രയും നൂറ വിഷമിച്ചിട്ട് അത്രയും കരയണം എന്നുണ്ടെങ്കിൽ നൂറയുടെ മനസ്സിൽ ഷാനവാസിനോട് എത്രത്തോളം അടുപ്പവും സ്നേഹം
ഉണ്ടായിരുന്നു എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ നിരപരാധിയാണ്. നൂറ അവിടെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഒരാളെയും ബാക്ക് സ്റ്റെപ്പ് ചെയ്തിട്ടില്ല, ഒരാളെയും കുത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ ചെയ്തത് മുഴുവൻ ആദിലയാണ്. പക്ഷെ അത് നൂറക്കിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കരച്ചിലും വിഷമൊക്കെ കഴിഞ്ഞിട്ട് പുലർച്ചെ 4 മണി വരെ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ അവർ പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടിയിട്ടാണ് ഷാനവാസ് ഇത്രയും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയത് എന്നുള്ളതാണ്. ഷാനവാസ് ഇത് പലരുടെ അടുത്തും ഈ നെവിന്റെ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ പൊതുമധ്യത്തിൽ വെച്ചിട്ട് അവിടെ നെവിന്റെ ക്യാരക്ടർ മോശമാക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇമേജിന് ഡാമേജ് ഉണ്ടാക്കാനായിട്ട് ഷാനവാസ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അത് പൊതു സ്ഥലത്ത് പറയാനായിട്ട് വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ആദിലയ്ക്ക് നെവിന്റെ അടുത്ത് എപ്പോഴും മുടക്ക് തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിന്റെ വിഷയം വന്ന ആദിലയും നെവിനും വീണ്ടും വഴക്കിടുന്ന സമയത്ത് നീ ഇവിടെ വൃത്തികെട്ട കാടലട ഇറക്കുന്നത് എന്നൊരു കാര്യം ആദില ചോദിച്ചു. ഈ ചോദിച്ചത് നെവിൻ ക്യാമറയുടെ മുന്നിൽ പോയിട്ടും വീട്ടിലുള്ള ഓരോരുത്തരടുത്തും എന്ത് കാടെന്ന് ചോദിച്ചു നടന്നപ്പോൾ ആദില വന്നിട്ടാണ് ആ സമയത്ത് ഷാനവാസിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി, ഇപ്പൊ ഞാൻ പെട്ടു നിൽക്കാണ്, ഞാൻ അത് എന്താണെന്ന് പറയട്ടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഷാനവാസിന് മനസ്സിലായി അവരാക്കതിൽ ലോക്കായിട്ട് കിടക്കാണ്, അത് അവർക്ക് പ്രശ്നം വരും, അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഷാനവാസ് പറഞ്ഞോളാനായിട്ട് പറഞ്ഞത്. എന്നിട്ട് അവിടെ ചെന്ന് ആദില ഇത് പറഞ്ഞ് ഷാനവാസിനെ ഇട്ടുകൊടുത്തിട്ട് പിന്നീട് വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഷാനവാസിനെ ഇട്ടുകൊടുത്ത് അവസാനം ആദില നല്ല പിള്ളയാവാനായിട്ട് ശ്രമിച്ചു. ഷാനവാസ് അവിടെ മോശക്കാരനാവുകയും ചെയ്തു. അതാണ് ഷാനവാസിനെ ഏറ്റവും വിഷമുണ്ടാക്കിയ സംഭവം എന്ന് പറയുന്നത്. അതിനാണ് ഷാനവാസ് പറഞ്ഞത്, യക്ഷി, നീ ചോര കുടിക്കുന്ന യക്ഷിയാണടി ഇന്ന് ഷാനവാസ് പറയാനുണ്ടായ റീസൺ അതാണ്. പക്ഷെ ആ പറഞ്ഞ കാര്യം നൂറയെ വല്ലാതെ വിഷമിപ്പിച്ചു. നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല, നമ്മളോട് ആർക്കും സ്നേഹമില്ല, നമ്മൾ യക്ഷിയാണെന്നൊക്കെയല്ലേ നമ്മളെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നൂറയ്ക്ക് ഭയങ്കര വിഷമായി. വീട്ടിൽ നിന്ന് ഒരു ഫാമിലി ടാസ്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വരാൻ പോലും നമുക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷമാണ് നൂറയ്ക്ക് അവിടെ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ആദിലയേക്കാൾ നൂറയ്ക്കാണ് അവിടെ ഷാനവാസുമായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ഉള്ളത്. ആദിലയെ സംബന്ധിച്ചിടത്തോളം അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ആദിലയ്ക്ക്. ഒരു സ്ഥലത്ത് കൃത്യമായി സ്റ്റാൻഡില്ല, എല്ലാവർക്കും ഡബിൾ സ്റ്റാൻഡാണ് ആദിലയെ സംബന്ധിച്ചിടത്തോളം. ഒരാൾ വന്ന് പറയാണ് ഇതാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ അയാളൊപ്പം നിൽക്കും, അടുത്ത ആൾ വന്നിട്ട് ഇതാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊപ്പം നിൽക്കും. വീക്കില് ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ചീത്ത പറയും, ഇതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ അയാൾ മോശമാണെന്ന് പറഞ്ഞിട്ട് അയാളെ എതിർത്ത് അയാൾക്കെതിരെ സംസാരിക്കും. ഇതാണ് ആദിലയുടെ നിലപാട് എന്ന് പറയുന്നത്. ഇതിനെ നിലപാടില്ലായ്മ എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോ ഷാനവാസ് ആദിലയും നൂറയുമായിട്ട് വീണ്ടും കൂട്ടായിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പോരാതെ നെവിന്റെ കാര്യങ്ങളും അവിടെ കൃത്യമായിട്ട് പറഞ്ഞപ്പോ ആദില പറഞ്ഞു അത് ശരിയാണ്, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന്. അപ്പോ അവിടെ റിയാസ് വന്നിട്ട് പറഞ്ഞ് പഠിപ്പിച്ചതൊക്കെ ഇപ്പൊ അങ്ങ് പോയി. ഇപ്പോ അവിടെ ഷാനവാസ് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത പറഞ്ഞോടുകൂടി സത്യമാണ് എനിക്ക് മനസ്സിലായി എന്നുള്ള ലെവലിലായി. അപ്പൊ നൂറ പറയാണ് നിങ്ങൾ എന്നോട് മുന്നും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന്. അപ്പോ ആരാണ് ഇപ്പൊ പൊട്ടനും വട്ടനൊക്കെ ആയത്? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചത്. ഇപ്പൊ പറയുന്നവര് ഷാനവാസിന്റെ അടുത്ത് നിങ്ങളാണ് ശരിയെന്ന് മനസ്സിലായി, നിങ്ങൾ ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് സംസാരിച്ചു, ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള തരത്തില്. അപ്പൊ ഷാനവാസ് നെവിൻ അത് ഒരുപാട് ഹേർട്ട് ചെയ്യും, നെവിൻ അത് പുറത്ത് നെഗറ്റീവ് ആവും എന്നുള്ളതുകൊണ്ട് നെവിന്റെ അടുത്ത് സോറി പറഞ്ഞ് അത് അവസാനിപ്പിക്കാനാണ് ഷാനവാസ് അത് ആഗ്രഹിച്ചിരുന്നത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളിത് സോറി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് അവസാനിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആദ്യം നൂറ് കൂടെ നിൽക്കുന്നു. എത്ര നേരത്തേക്കാണെന്ന് അറിയില്ല. ലാലേട്ടൻ വന്നിട്ട് വീണ്ടും ഷാനവാസിനെ വഴക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദില അപ്പ തന്നെ മറുകണ്ഠം ചാടും. ഈ ആദിലയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് ഷാനവാസിനോട് പറയാൻ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സംഭവങ്ങളും വികാസങ്ങളും ഒക്കെ ഉണ്ടായത്. ഇനിയിപ്പോ എന്താണ് അടുത്തത് എന്നുള്ളത് നാളെ ലാലേട്ടൻ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് ബിഗ് ബോസിന്റെ തീരുമാനങ്ങൾ എന്നുള്ള കാര്യം.